വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തള്ളപ്പെടുകയില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയുടെ മേൽ സ്വന്തമാക്കുക. ഒരു രാഷ്ട്രത്തിൻ്റെ നല്ല തലച്ചോറുകൾ ഒരുപക്ഷേ ക്ലാസ് മുറികളിലെ അവസാന ബെഞ്ചുകളിൽ ആയിരിക്കും. ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഇരുട്ടത്ത് ഉറങ്ങുന്നതോ മറ്റൊരാളെ വെല്ലുവിളിക്കുന്നതോ ഒന്നുമല്ല. ഹൃദയം തകരാതെ തോൽവിയെയും കുറവുകളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. നാം ഒരു തെറ്റല്ല, തോൽവിയായി മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഓർത്ത് ഒതുങ്ങിക്കൂടിയാൽ പിന്നെ നമ്മൾ ധൈര്യമുള്ളവർ അല്ല. ഒരുപക്ഷേ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് കുറവുകളും കുറ്റപ്പെടുത്തലുകളിലും ഒറ്റപ്പെടുത്തലുകളിലും പരിഹാസങ്ങളിലും ഒക്കെ ഹൃദയം തകരാതെ സൂക്ഷിച്ച് മുന്നേറുന്നവരല്ലേ ധൈര്യശാലികളെന്ന് പറയുന്നത്. ഒറ്റപ്പെടൽ, ഒറ്റയായ മനുഷ്യനും ഉറവില്ലാത്ത കിണറും ഒരുപോലെയാണ്. രണ്ടും കാലക്രമേണ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. കൂടെ ആരും തന്നെ കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോൾ ആര് ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഒന്നും ഇല്ലാതെയിരിക്കാം. ചില സമയങ്ങളിൽ ഒറ്റക്കാകുന്നതും ഒരു രസമാണ്. എല്ലാവരും ഉണ്ട് എന്നത് ഒരു തോന്നലാണ്. സത്യം പറഞ്ഞാൽ ആരും ഇല്ല എന്നതാണ് സത്യം. ജീവിതത്തോട് സ്നേഹമില്ലാണ്ടായി പോകുമ്പോൾ, ജീവിതം നിറയെ കയ്പ് രസമാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ, വെറുതെ മധുരം നിറഞ്ഞ ഓർമ്മകളെ ഒന്ന് നുണഞ്ഞു നോക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ, അവരുമായി ഒന്നിച്ചു പങ്കിട്ട കാലത്തെ, അവർ വാങ്ങിത്തന്ന ആഹാരത്തെ, കോർത്തുപിടിച്ച കൈകളെ, നടന്നു നീങ്ങിയ വഴികളെ, ചേർത്തുപിടിച്ച സ്നേഹത്തെ ഒക്കെ ഓർക്കണം. ജീവിതത്തെ മികച്ചതാക്കി മാറ്റുന്ന വാക്യങ്ങൾ: 1. പ്രതികാരത്തേക്കാൾ എപ്പോഴും സമാധാനമാണ് നല്ലത്. 2. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. 3. ആളുകൾ കള്ളം പറയുന്നു, എന്നാൽ പ്രവൃത്തികൾ അങ്ങനെയല്ല. 4. അവർ തിരികെ വന്നാൽ അവർ പോയത് എങ്ങനെയാണെന്ന് മറക്കരുത്. 5. ചില കാര്യങ്ങൾ ഫലപ്രദമാകുന്നില്ല, കാരണം നിങ്ങൾ കൂടുതൽ മികച്ചത് അർഹിക്കുന്നു. സ്നേഹം, അതിന് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും വീണ്ടും ഒരൽപ്പം സ്നേഹം പോലും കുറയാതെ നമ്മളോട് കൂടുതൽ അടുക്കുന്നവർ കുറവാണ്. അങ്ങനെ ഒരാളെ കൂടെ കിട്ടുക അതൊരു ഭാഗ്യമാണ്. വിട്ടുകൊടുക്കലും പിടിച്ചെടുക്കലും അല്ല സ്നേഹം എന്നത്. ആരുമറിയാതെ സ്വയം ഉരുകിത്തീരുമ്പോഴും പരാതിയും പരിഭവങ്ങളും കൊണ്ട് വീർപ്പുമുട്ടിക്കുമ്പോഴും ദേഷ്യം വന്ന് എല്ലാം പറഞ്ഞിട്ടും കുറെ കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിളി വരുമ്പോൾ ആരും അറിയാതെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് മഴയുടെ കുളിരായിരിക്കും. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ, മറ്റു ചായങ്ങളൊന്നും തേക്കാത്ത സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം കൂടിയവരായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യും. എല്ലാ സമയത്തും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുക എന്നതിനേക്കാൾ വലിയ മണ്ടത്തരം ഒന്നും മനുഷ്യർക്ക് ജീവിതത്തിൽ പറ്റാനില്ല. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മളെ എപ്പോൾ വേണേലും കിട്ടും എന്നുള്ള ആ തോന്നലുണ്ടായാൽ പിന്നെ ഒരാളുടെ പോലും പ്രയോറിറ്റി ആവാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മളെക്കൊണ്ട് ആളുകൾക്ക് ആവശ്യങ്ങൾ മാത്രമേ അപ്പോൾ കാണൂ, അല്ലാതെ ഒന്നിനും ഒരു ആത്മാർത്ഥതയും ഉണ്ടാവില്ല.
നമ്മളെ കേൾക്കുന്നവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവരതിന് വേണ്ട പരിഗണനയും തരും. അല്ലാത്തവരോട് ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഒന്ന് നിർത്തൂ എന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അവരോടൊന്നും പറയാതിരിക്കുന്നതാണ്. ആളുകളെ അറിഞ്ഞതിനു ശേഷം സംസാരിക്കുക, അല്ലെങ്കിൽ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരും. ചില വേദനകൾ പുറത്തു പറയരുത്. അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നവരോട് പോലും. തകർന്നു പുറത്തേക്ക് തെറിക്കുന്ന രക്തത്തുള്ളികൾ അവരറിയാതെ തുടച്ചു മാറ്റണം. ആരും അറിയണ്ട, ആരാരും കേൾക്കണ്ട. എല്ലാം നമ്മുടേതു മാത്രമായ വിഷമങ്ങളായി നിലനിന്നു പോകണം. ചരിത്രം വായിക്കാൻ ആർക്കും പറ്റും. ചരിത്രം രചിക്കാനാണ് പ്രയാസം. അതിന് കാലിൽ മുറിവേറ്റ് മുൾവേലികൾ ചാടി കടക്കേണ്ടി വരും. സൂര്യൻ്റെ ചൂടേറ്റ് വിയർക്കേണ്ടി വരും. മഞ്ഞിൽ ഉരുകി വിറയ്ക്കേണ്ടി വരും. ഒടുവിൽ അർഹിക്കുന്ന പ്രശസ്തിയോ അംഗീകാരമോ ലഭിക്കാതെ മരിക്കേണ്ടി വരും. ഓർക്കുക, നിങ്ങളിപ്പോൾ സുഗന്ധം ആസ്വദിക്കുന്ന ഒരു പാതയിലൂടെ പണ്ട് ദുർഗന്ധം അനുഭവിച്ച ഒരു കൂട്ടർ മനുഷ്യർ നടന്നിരുന്നു. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷേ അവർക്ക് അതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാകും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന പോലെ, ജീവൻ പോകുന്ന വേദന, ആരോടും പറയാൻ പറ്റാത്ത കുറേയേറെ സങ്കടങ്ങൾ, ആർക്കും വേണ്ടാത്ത ഒരു ജീവിതം. സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മൾ? പിന്നെങ്ങനെ മരണത്തെ സ്നേഹിക്കാതിരിക്കും? നിലച്ചുപോയ ഘടികാരം പോലും ദിവസേന 2 തവണ ശരിയായ സമയം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്. എന്നാൽ നിലച്ചുപോയ മനുഷ്യൻ എന്നെങ്കിലും തൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു വന്നിട്ടുണ്ടോ? കുട്ടിക്കാലം എന്ന് വെച്ചാൽ സ്വപ്നങ്ങളുടെ ഒരു കലവറയാണ്. ആഗ്രഹിച്ചത് ഒക്കെ നമ്മളിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മളെ കാണുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇതിനൊക്കെ ഒരു വിലയും ഇല്ലെന്ന്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ. അപ്പോഴൊക്കെ കാലം ഒരുപാട് മുന്നേ പോയിട്ടുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സംഭവിച്ചതെല്ലാം നല്ലതിന് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയാൻ മറന്നുപോയ, അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ തോൽവി ഒരു അവസാനമാണ്. തോൽവി ചിലര് നൽകിയ വിലപ്പെട്ട സമ്മാനമായേക്കാം. ഒരുപക്ഷേ ആ തോൽവിയിൽ അവരുടെ സ്നേഹമുണ്ട് എന്ന് വിശ്വസിച്ച് അത് 2 കൈയും നീട്ടി സ്വീകരിച്ച് സ്വയം നിരാശയിലേക്ക്, അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നകലേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ജീവിതങ്ങൾ.